ഈ ആഴ്ച യേശു അകത്ത് വരും, നിങ്ങൾ പുറത്തിറങ്ങും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രഷർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം കഴിഞ്ഞ ഓരോ എപ്പിസോഡുകളും എന്നെ കേൾക്കുന്ന നിങ്ങളുൾപ്പെടെ ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അർത്ഥാൽ ദൈവികമായ വിടുതലുകൾക്ക് കാരണമായി എന്ന് അറിയുന്നതിൽ കേൾക്കുന്നതിൽ നിങ്ങൾക്കൊപ്പം ചേർന്ന് സന്തോഷിക്കുകയും നമുക്കൊരുമിച്ച് ചേർന്ന് സന്തോഷിക്കുവാൻ അവസരം ഒരുക്കി തന്ന നല്ല കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. അവിധത്തിൽ തന്നെ നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ സമയവും ദൈവത്തിന് സ്തുതിക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കും കാരണമായി മാറുവാൻ കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ കാര്യം ഞാൻ ആമുഖമായി നിങ്ങളോട് പറഞ്ഞു. അത് തന്നെ, യേശു അകത്തു വരും, നിങ്ങൾ പുറത്തു പോകും. ഇനിയും അവിടെ തന്നെ അങ്ങനെ തുടരുവാൻ യേശു അനുവദിക്കത്തേയില്ല. അപ്പോൾ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ പ്രവചന ദൂതിന് അടിസ്ഥാനമായിരിക്കുന്ന വാക്യത്തിലേക്ക്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 26-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, 8 ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തു കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. വാതിൽ അടച്ചിരിക്കെ ആരാണ് വാതിൽ അടച്ചിരുന്നത്? ഇവിടെ ശിഷ്യന്മാർ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ. തോമസ് ഉണ്ട്, പത്രോസുണ്ട്, യോഹന്നാനുണ്ട്. ഈ ശിഷ്യന്മാരെല്ലാം ഒരിടത്ത് മുറി അടച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് വരെ, ഏകദേശം 11 ദിവസങ്ങൾക്ക് മുമ്പ് വരെ തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന, തങ്ങളെ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ഒന്നുമല്ലാതിരുന്ന തങ്ങളെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റുകയും ചെയ്ത യേശു ക്രൂശിക്കപ്പെട്ടു. അതേ തുടർന്ന് ക്രൂരമായ കഠിനമായ പീഡകൾ യേശുവിനെ സ്നേഹിച്ചവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അതിൽ സിംഹഭാഗവും അനുഭവിക്കേണ്ടി വന്നത് ശിഷ്യന്മാരാണ്. അധികം കർത്താവിനെ സ്നേഹിക്കുന്നവരാണ് അധികം ഉപദ്രവിക്കപ്പെടുന്നതും അധികം നിന്ദിക്കപ്പെടുന്നതും. അതുകൊണ്ട് സങ്കടപ്പെടേണ്ട ബ്രദർ, സിസ്റ്റർ. പരാതി പലപ്പോഴും അതല്ലേ, പാസ്റ്ററേ ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്നില്ല, ഞാൻ ആരോടും ഒരു വഴക്കിനും പോകുന്നില്ല, കമാന്നൊരക്ഷരം ഗുണമാകട്ടെ ദോഷമാകട്ടെ ഞാൻ മിണ്ടുന്നില്ല. കിട്ടുന്ന സമയം ബൈബിളും വായിച്ചു പ്രാർത്ഥിച്ച് ആരാധനകളും അറ്റൻഡ് ചെയ്ത് മെസ്സേജും ഒക്കെ കേട്ട് അങ്ങനെ ഇരിക്കുക. പക്ഷേ എല്ലാവരും വന്ന് അവരുടെ അരിശം മൊത്തം തീർക്കുന്നത് എൻ്റെ തീർക്കാം. പറയാൻ പാടില്ലാത്തത് പറയുന്നു. എന്തിന്? എൻ്റെ മക്കൾ പോലും, അവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് ഞാൻ 24 മണിക്കൂറും ദൈവസന്നിധിയിൽ നിന്ന് നിലവിളിക്കുന്നത്. അവരുടെ ജീവിതം ഒന്ന് മാറുവാൻ, നന്നാകുവാൻ, അവരൊന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ. അല്ലേ പ്രിയ അമ്മേ, പ്രിയ പിതാവേ, പ്രിയ ബ്രദർ? സങ്കടം അതാ. എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എൻ്റെ സന്തോഷങ്ങളും യൗവനവും ഒക്കെ ഞാൻ എറിഞ്ഞുടയ്ക്കുന്നു. അതാ സംഭവിക്കുന്നത്. നീ വിദേശത്തായിരിക്കുന്നു, മറ്റുള്ളവർ പറയുന്നുണ്ട് അവൻ നല്ല നിലയിലായിരിക്കുന്നു, അവന് പണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഭാര്യയ്ക്കൊപ്പമുള്ള സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ, മക്കൾക്കൊപ്പം ചേർന്നുള്ള അവരുടെ വളർച്ചയിൽ നീ കണ്ട് ആനന്ദിക്കേണ്ട അനുഭവങ്ങൾ ഒന്നുമില്ല. നിൻ്റെ യൗവനം, നിൻ്റെ മക്കളിൽ നീ കാണേണ്ട സന്തോഷങ്ങൾ, നിൻ്റെ ഭാര്യയിൽ നീ അനുഭവിക്കേണ്ട സന്തോഷങ്ങളൊക്കെ എറിഞ്ഞുടച്ച് നീ ആയിരിക്കുക. അപ്പോൾ പഴിമൊത്തം നിനക്ക. ആ സമയത്തും പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. മക്കൾ നന്നായിരിക്കണം. കഷ്ടപ്പാട് മാത്രമല്ല പ്രാർത്ഥനയും. മക്കൾ നന്നായിരിക്കണം, ഭാര്യ നന്നായിരിക്കണം. എന്നിട്ടും പഴി കേൾക്കുന്നത് മുഴുവൻ നീയാ. അത് വലിയ സങ്കടം അല്ലേ സിസ്റ്ററെ? അല്ലേ? നിൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച്, നിൻ്റെ സന്തോഷങ്ങളൊക്കെ മാറ്റിവെച്ച് ഭർത്താവ്, മക്കൾ, കുടുംബം, അമ്മയപ്പന്മാർ ഇങ്ങനെ ജീവിക്കുക. പഴി കേൾക്കുന്നതിന് ഒരു കുറവുമില്ല. അതെ, പ്രാർത്ഥിക്കുന്നവരായിരുന്നിട്ടും. കേൾക്കണമേ, ഞാൻ ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ചല്ല പറഞ്ഞത്, ദൈവമക്കളെക്കുറിച്ചാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന പ്രൈസ് ചർച്ച് കുടുംബത്തിലെ അംഗങ്ങൾ നിങ്ങൾ ദൈവമക്കളാണ്. അതുകൊണ്ടാണല്ലോ അപ്പൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പഴിക്കപ്പെടുന്നുണ്ടെങ്കിൽ, നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ദുഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അപമാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ, ഏത് കാരണം കൂടാതെ നിങ്ങളെ യേശു ഏറെ സ്നേഹിക്കുക. ഓ താങ്ക് യു ലോർഡ്. അതിലുപരിയായി നിങ്ങൾ യേശുവിനെ അധികം സ്നേഹിക്കുന്നുണ്ട്. അതെ, വചനം പറയുന്നു അവൻ ആർക്കും കടക്കാരനല്ല. നിങ്ങളുടെ സ്നേഹത്തിന് യേശു കടക്കാരനായിരിക്കത്തില്ല. നിശ്ചയമായും പ്രതിഫലം തരും. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് യേശു നിങ്ങൾക്ക് വേണ്ടി വന്ന് നിൽക്കും. ഏറെ സ്നേഹിച്ച ശിഷ്യന്മാർ മുറി അടച്ചായിരുന്ന സ്ഥാനത്ത് യേശു അവർക്ക് വേണ്ടി വന്ന് നിന്നു എങ്കിൽ ബ്രദർ, സിസ്റ്റർ, ഏറെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ യേശു നീ ആയിരിക്കുന്ന ഇടത്ത് വന്ന് നിൽക്കും. ഓ
ആമേൻ. ആർക്കും നിനക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയാത്തത് എൻ്റെ യേശു നിനക്ക് വേണ്ടി ചെയ്യും. വിശ്വാസത്തോടെ ആ ദൂത് ഏറ്റെടുക്കുവാൻ റെഡിയാണോ ബ്രദർ? അവിടെ തന്നെ ആ തൊഴിലിടത്തിൽ ആർക്കും നിനക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയാത്തത് നീ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പലരും നിനക്ക് വേണ്ടി പലതും ചെയ്യും. നിന്റെ പ്രതീക്ഷകൾ പൂവണിയുവാൻ വേണ്ടത്, നിന്റെ സ്വപ്നങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകുവാൻ വേണ്ടത്, പക്ഷേ ആരും ചെയ്യുന്നില്ല. എന്നാൽ കേൾക്ക്, എൻ്റെ യേശു നീ ആയിരിക്കുന്ന സ്ഥാനത്ത് വരും, നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്യും. സിസ്റ്ററെ, എൻ്റെ യേശു നീ ആയിരിക്കുന്ന സ്ഥാനത്ത് വരും. ആരും വരാത്ത ആ പ്രതിസന്ധിയുടെ, ആ വെല്ലുവിളിയുടെ, ആ കഷ്ടതയുടെ മധ്യത്തിൽ എൻ്റെ യേശു വരും കേട്ടോ. ആരും നിനക്ക് വേണ്ടി ചെയ്യാത്തത് നീ പ്രതീക്ഷിക്കുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, ആരെങ്കിലുമൊക്കെ എൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ, ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, ഒരു ആശ്വാസ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, കേൾക്ക്, എൻ്റെ യേശു നിൻ്റെ അടുക്കൽ വരും, നിന്നെ പുറത്തു കൊണ്ടുവരും. ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, മക്കളെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വല്ലാത്ത പരിതാപകരമായ, മറ്റുള്ളവർ സങ്കടത്തോടെ ഓർക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ, അതിനും പുറത്തുള്ളവർ സന്തോഷത്തോടെ ഓർക്കുന്ന നിങ്ങളുടെ ഈ അവസ്ഥയുണ്ടല്ലോ. ഒതുക്കപ്പെട്ടു, അവൻ തീർന്നു, അവൻ അവസാനിച്ചു, എന്തൊക്കെയായിരുന്നു അവനെക്കുറിച്ച് അവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും വാഗ്ധോരണികൾ. അങ്ങ് പറഞ്ഞ്, എൻ്റെ മോൻ അങ്ങനെ, അവന് ബുദ്ധിയുണ്ട്, കുറച്ച് സമയം മതി, അവൻ ശ്രദ്ധിച്ചിരുന്നാൽ മതി, അവൻ റാങ്ക് കിട്ടും, അല്ലെങ്കിൽ അവൻ നന്നോണം പാസ്സാകും, അവൻ രക്ഷപ്പെടും, അവൻ്റെ ഭാവി അനുഗ്രഹിക്കപ്പെടും. പക്ഷേ ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥ കൊണ്ട് ഒന്നുമാകുവാൻ കഴിയാതെ അവർ തലകുനിക്കുക, അവരെ തലകുനിപ്പിക്കുന്ന ഒരു കൂട്ടം. അതെ, ആർക്കും നിനക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയാത്ത സ്ഥാനത്ത് നിൻ്റെ മാതാപിതാക്കൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അവർക്ക് ചെയ്യുവാൻ കഴിവുള്ളതെല്ലാം അവർ ചെയ്തു. ഇന്നവർ നിരാലംബരാണ്, അവർക്കതിനുള്ള ശേഷിയില്ല. കേൾക്ക്, യേശു നിനക്ക് വേണ്ടി വരും. അതെ, യേശു നിങ്ങൾക്ക് വേണ്ടി വരും. നോക്കൂ, ഇവിടെ ഏറെ സ്നേഹിച്ച ശിഷ്യന്മാർക്ക് വേണ്ടി യേശു വരിക. അവർ മുറിയടച്ചായിരിക്കുന്ന സ്ഥാനത്ത്. ഒരുപക്ഷേ മുറിയടച്ചത് നിങ്ങളായിരിക്കാം. ശിഷ്യന്മാരാണ് അവിടെ മുറിയടച്ചത്. കാരണം ഭയം, റോമൻ പടയാളികളുടെ വാൾമുനയെ ഭയന്ന്, യഹൂദ മതാനുസാരികളുടെ വാഗ്ധോരണിയെ ഭയന്ന് ഒളിച്ചിരുന്നവരാണ് ശിഷ്യന്മാർ. കൊല്ലപ്പെട്ടേക്കാം, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടേക്കാം, ഉപദ്രവിക്കപ്പെട്ടേക്കാം, വിശ്വാസം തന്നെ തള്ളിപ്പറയുന്ന അനുഭവത്തിലൂടെ കടന്നുപോയേക്കാം. അത് തിരിച്ചറിഞ്ഞ് പാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒളിച്ചിരിക്കുകയാണ്, സ്വയം വാതിലൊക്കെ അടച്ചിട്ട്. അർത്ഥം, നല്ലതൊന്നും പ്രതീക്ഷിക്കുവാൻ കഴിയാതെ, അല്ലെങ്കിൽ ഇനി നല്ലതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല, ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല, ആരും എൻ്റെ അടുക്കിലേക്ക് വരാനില്ല, നല്ലൊരു വാർത്തയുമായി ആരും എൻ്റെ അടുത്തേക്ക് വരുവാനില്ല, നല്ലൊരു സന്തോഷത്തിൻ്റെ അനുഭവമായി ആരും എൻ്റെ അടുത്തേക്ക് വരുവാനില്ല, ഒന്നും നല്ലതൊന്നും എന്നെ തേടി വരുവാനില്ല. അതുകൊണ്ട് ഞാനിതാ വാതിലുകൾ അടച്ചായിരിക്കുന്നു. അവിധത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് വാതിലടച്ചായിരിക്കുന്ന ബ്രദർ, നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ യേശു നിൻ്റെ അടുക്കൽ വരിക. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് ഇനി നല്ലതൊന്നും നിന്നെ തേടി വരത്തില്ല എന്ന് ചിന്തിച്ചായിരിക്കുന്ന നിന്നെ തേടി ഒരു ദൂത് നിന്നോട് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. നല്ലൊരു വാർത്ത നിന്നെ തേടി വരിക. ആ ജോലി കൺഫേമായെന്ന വാർത്ത. യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് ആ വിവാഹം നടക്കുമെന്ന വാർത്ത. മോളെ, പ്രിയ മാതാവേ, ദൂതേറ്റെടുക്ക്. ആ വിവാഹം നടക്കുമെന്ന വാർത്ത, ആ അഡ്മിഷൻ കിട്ടിയെന്ന വാർത്ത, ആ ലോൺ പാസ്സായെന്ന വാർത്ത. യേശുവിൻ നാമത്തിൽ നിന്റെ ആ പ്രൊജക്റ്റ് സക്സസ്ഫുൾ ആയെന്ന വാർത്ത നീ കേൾക്കുവാൻ പോകുക. താങ്ക് യു ലോർഡ്. എനിക്കറിയത്തില്ല, ആരൊക്കെയോ ചില ദിവസങ്ങളായി ചില വാർത്തകൾക്ക് വെയിറ്റ് ചെയ്യുകയാണ്. നല്ലൊരു വാർത്ത, അതെ, ആ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുവാൻ പോകുന്നു, PR ലഭിക്കുവാൻ പോകുന്നു. ആ സ്കോർ ഒത്തിരി തവണ എഴുതി നിനക്ക് അച്ചീവ് ചെയ്യുവാൻ കഴിയാത്ത സ്കോർ നീ അച്ചീവ് ചെയ്യുവാൻ പോകുന്നു. അതേ, തുടർ പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക് നിന്റെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുവാൻ പോകുന്നു. നീ എക്സ്പെക്റ്റ് ചെയ്ത, എന്നാൽ ഇപ്പോഴായിരിക്കുന്ന ഈ സമയത്ത് നിനക്ക് എക്സ്പെക്റ്റ് ചെയ്യുവാൻ കഴിയാത്ത, ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ, മുൻപേ നീ എക്സ്പെക്റ്റ് ചെയ്ത, കേൾക്കാൻ ഒരുപാട് കൊതിച്ച ആ വാർത്ത, എന്നാൽ ഇന്നായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, വളരെ പരിതാപകരമാണ്. നല്ലതൊന്നും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതീക്ഷ ഒന്നുമില്ല. നല്ലത് വരുവാനില്ലാത്തത് കൊണ്ട് കേൾക്കുവാൻ താല്പര്യമില്ലാതെ വാതിലുകളൊക്കെ
കാതുകളുടെ വാതിലൊക്കെ അടച്ച് നീ ഇരിക്കുക. ആ വാതിൽ തുറന്ന് ആ നല്ല വാർത്ത നിന്നെ തേടി വരിക. യെസ്, യേശുവിൻ നാമത്തിൽ ആ വാർത്ത കേട്ട് നീ എൻ്റെ ദൈവത്തെ സ്തുതിക്കുവാൻ പോകുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആമേൻ. അപ്പോൾ അവർ സ്വയം പൂട്ടിയ വാതിൽ, ആ വാതിലിനകത്ത് അവർ ഒടുങ്ങിപ്പോകാതിരിക്കുവാൻ യേശു അകത്ത് അവരുടെ നടുവിൽ നിന്നു. അവർ പുറത്തു വന്നു. ആമേൻ, സ്തോത്രം. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ, അവരെ ഭയപ്പെടുത്തിയ റോമ പടയാളികളൊക്കെ ചുറ്റുമുണ്ട്, യഹൂദ മതാനുസാരികളുണ്ട്, എല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷേ യേശു അകത്ത് വന്നപ്പോൾ പിന്നെ വാതിലിന്, അവരുടെ പുറത്തു വരവിന് ഒരു തടസ്സം സൃഷ്ടിക്കുവാൻ കഴിഞ്ഞില്ല. ഓ, എത്ര പേർക്ക് ദൂത് മനസ്സിലായി? ഇനി ചില വാതിലുകൾക്ക്, ഇനി ചില മതിലുകൾക്ക്, ഇനി ചില ചങ്ങല കെട്ടുകൾക്ക്, അതേ ദേശത്തിലെ മന്ത്രവാദികളുടെ മന്ത്രോച്ചാരണത്താൽ ഉരുവാക്കപ്പെട്ട ശക്തിയേറിയ ആ ബന്ധനത്തിന് നിന്റെ തലമുറകളെ ബന്ധിച്ചൊതുക്കുവാൻ കഴിയത്തില്ല. നീ നിന്റെ തലമുറകൾ ആ മന്ത്രവാദ ശക്തിയെ ഭേദിച്ച് പുറത്തു വരുവാൻ പോകുക. പ്രിയ മാതാവേ, പിതാവെ, കേൾക്കുക. നിന്റെ തലമുറകൾ, അവരുടെ വിദ്യാഭ്യാസത്തിനൊരു പൂർത്തീകരണം ഉണ്ടാകത്തില്ല, അവർ ആ നല്ലത് കാണത്തില്ല, പ്രാപിക്കത്തില്ല എന്ന് പറഞ്ഞ് ശക്തന്മാരെന്ന് ലോകം തിരിച്ചറിഞ്ഞ് അവർ വിശ്വസിക്കുന്ന മന്ത്രവാദികളുടെ ശക്തിയിൽ ആശ്രയിച്ച് അവർ ബന്ധിച്ച ആ ബന്ധനങ്ങളെ പൊട്ടിച്ച് നിന്റെ തലമുറകൾ പുറത്തു വരുവാൻ പോകുക. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ. ആ ബിസിനസ് പുറത്തു വരുവാൻ പോകുക. ആ മന്ത്രോച്ചാരണങ്ങൾക്ക് മുൻപിൽ ചാരമായി പോകുമെന്ന് വാദിച്ച അതേ ദുഷ്ട മനുഷ്യരുടെ മധ്യത്തിൽ ആ ദേശത്ത് നിന്റെ സ്ഥാപനം ഏറ്റവും അനുഗ്രഹമായി. എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം വിശുദ്ധ വേദപുസ്തകത്തെ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, ആ നാട്ടിൽ, ആ നാടിൻ്റെ പേരായി നിന്റെ സ്ഥാപനം മാറുവാൻ പോകുന്നു. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയട്ടെ, വലുതാകട്ടെ ചെറുതാകട്ടെ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വലിപ്പമല്ല, നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വലിപ്പമല്ല, നിങ്ങളുടെ സ്ട്രാറ്റജിയല്ല, നിങ്ങളുടെ കഴിവല്ല, ഒന്നുമല്ല. വിശുദ്ധ വേദപുസ്തകത്തെ സാക്ഷി നിർത്തി ഞാൻ വിളിച്ചു പറയട്ടെ, നിന്റെ ദേശത്തിൻ്റെ പേരായി, ഒരിക്കൽ കൂടി, നിന്റെ ദേശത്തിൻ്റെ പേരായി നിന്റെ സ്ഥാപനം മാറുവാൻ പോകുന്നു. ഓ ആമേൻ. നിന്റെ ദേശത്തിൻ്റെ ഐക്കണായി, ഒരിക്കൽ കൂടി, നിന്റെ ദേശത്തിൻ്റെ അഡ്രസ്സായി നിന്റെ തലമുറ മാറുവാൻ പോകുന്നു. ഓ, ദൂത് ഏറ്റെടുക്ക്. ആമേൻ. ആ ചീത്ത പേര് മാറി അവളെ വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ ബ്രദറെ? ചീത്ത പേരാ. ആ ചീത്ത പേരിനെ കർത്താവ് മാറ്റുവാൻ പോകുന്നു. നോക്കൂ, ഇനി രണ്ടാമത് പുറത്ത് നിന്ന് അടയ്ക്കുന്ന ഒരു അനുഭവമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ സ്വയം അടയ്ക്കും, അടുത്ത് പുറത്ത് നിന്ന് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അടഞ്ഞു പോകും. ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ട് പല വഴികളും അടഞ്ഞു പോകും. നിയമങ്ങൾ മാറുമ്പോൾ, അതല്ലേ മാതാവേ, നിന്റെ മക്കൾക്ക് മുമ്പിലുള്ള വഴികൾ അടഞ്ഞു പോകുവാൻ കാരണം നിയമങ്ങൾ മാറിയതാണ്, വേറെ ഒന്നുമല്ല. അവളുടെ കുഴപ്പമല്ല, അവൻ്റെ കുഴപ്പമല്ല, നിന്റെ ഭർത്താവിൻ്റെ കുഴപ്പമില്ല. പക്ഷെ നിയമങ്ങൾ മാറിയതുകൊണ്ട്, സാഹചര്യം മാറിയതുകൊണ്ട്, ഇപ്പോൾ കുറച്ചുകൂടെ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ നവലോകക്രമം, പുതിയ പുതിയ ക്രമങ്ങളിലേക്ക് ലോകം വേഗത്തിൽ സഞ്ചരിക്കുന്നു. പഴമകളെല്ലാം മാറും, പുതിയത് തേടി ലോകം പോകുമ്പോൾ ആ പഴയതിൻ്റെ ബലത്തിൽ മുൻപോട്ട് പോകുന്ന നിങ്ങൾ ഔട്ട്ഡേറ്റഡായി പോകും. അപ്ഡേറ്റഡ് അല്ലാത്തത് കൊണ്ട് ഔട്ട്ഡേറ്റഡായി പോകുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ പഴയ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇനി ഒരു രക്ഷയുമില്ല. ബ്രദർ, നീ കരയുക. ഞാൻ പഠിച്ച ഈ കോഴ്സ് കൊണ്ട്, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് എവിടെ എനിക്കിനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. നീ ഔട്ട്ഡേറ്റഡാണ്. എൻ്റെ കർത്താവ് അപ്ഡേറ്റഡ് ആയവരുടെ മുൻപിൽ നിന്നെ കൊണ്ട് ചെന്നിരുത്തി മാനിക്കുവാൻ പോകുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഓ, താങ്ക് യു. ആ സ്ഥാപനം എന്ന് ആവശ്യപ്പെടുന്നത്, അവർക്ക് വേണ്ടത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെയാണ്. നിനക്ക് അവിധത്തിലുള്ള ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇല്ല, ഒരു പ്രൊഫഷണൽ കോഴ്സിൻ്റെ പിൻബലമില്ല. പക്ഷെ കേൾക്ക്, അവിധത്തിൽ അപ്ഡേറ്റഡായ പ്രൊഫഷണലുകൾക്ക് മുൻപിൽ എൻ്റെ ദൈവം നിന്നെ കൊണ്ടു ചെന്നിരുത്തി മാനിക്കുവാൻ പോകുന്നു. ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ. നോക്കൂ, വാതിലൊക്കെ അവിടെ ഉണ്ട്. ശത്രുക്കൾ ചുറ്റും നോക്കുമ്പോൾ, ഓ, അവൻ അകത്തായി. എല്ലാവരും പറയും, അവൾ അകത്തായി, ഇതോടെ തീർന്നു, അവൻ്റെ കാര്യം കട്ടപ്പോക. ശുശ്രൂഷക, പലരും
നിന്നെ നോക്കി പറയുന്നുണ്ട്, തീർന്നു, അവനെ ഞങ്ങൾ ഒതുക്കി, അവളെ ഞങ്ങൾ ഒതുക്കി. അവളൊരു ഭയങ്കര പ്രാർത്ഥനാക്കാരൻ, അവൻ പിന്നെ ഭയങ്കര ഒരു പ്രാർത്ഥനാക്കാരൻ, ശുശ്രൂഷകൻ. ഒതുക്കി വാതിൽ കണ്ടിട്ട് അവർ പറയുക. പക്ഷേ വാതിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അർത്ഥം ആർക്കും നിന്റെ അടുക്കിലേക്ക് വരുവാൻ കഴിയാത്ത വിധത്തിൽ, നിനക്ക് പുറത്തു പോകുവാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യനും പിശാചും അടച്ചുറപ്പിച്ച വാതിൽ അങ്ങനെ ഇരിക്കുമ്പോൾ യേശു അകത്ത് വരും. യേശു അകത്ത് വരിക മാത്രമല്ല, നടുവിൽ നിൽക്കും. അതുവരെ അവർക്ക് നടുവിൽ എന്താണ്? ഭയം. യേശു അകത്ത് വന്നപ്പോൾ പിന്നെ ഭയമില്ല. ബ്രദർ, സിസ്റ്റർ, ഇനി നീ ഭയപ്പെടേണ്ട, യേശു നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. ആമേൻ. ഇതുവരെ നിന്റെ നടുവിൽ എന്താണ്? നിന്റെ ജീവിതത്തെ ചോദ്യചിഹ്നമാക്കി മാറ്റിയ, ഒത്തിരി പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയാത്ത വിധത്തിൽ സ്വയം ഒതുങ്ങുമാറാക്കിയ, അതെ, എന്താണ്? കടം, ബാധ്യത, പരാജയം, തകർച്ച, കണ്ണുനീർ, രോഗം. എന്താണ്? അതെ, ഇനി അവിടെ അതില്ല. യേശു ആ സ്ഥാനം കൈയടക്കി. യെസ്, നിന്റെ നടുവിൽ ഇനി ആ രോഗമില്ല, യേശുവുണ്ട്. യേശുവുള്ളയിടത്ത് രോഗമില്ല. കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് വിട്ടുമാറാതെ ഒന്ന് മാറി ഓരോ വ്യക്തികളുടെ മേലും വെളിപ്പെട്ട് നിൽക്കുന്ന രോഗമണ്ഡലത്തെ യേശു സൗഖ്യമാക്കുക. യെസ്, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് യേശു ഉള്ളയിടത്ത് രോഗമില്ല. രോഗമുള്ളയിടത്ത് നിന്ന് യേശു അകത്ത് വന്നപ്പോൾ അവർ പുറത്തു വന്നു. ആമേൻ. അപ്പോൾ അവിടെ യേശു പറയുന്ന ഒരു പദം ഇതാണ്, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾക്ക് സമാധാനം. ഈ ദിവസങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ശുശ്രൂഷിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് പ്രത്യേകിച്ച് സമാധാനം. ശാലോം, സമാധാനം. ഇവിടെ നോക്കൂ, വലിയൊരു പ്രതിസന്ധിയിലാണ് ശിഷ്യന്മാരായിരിക്കുന്നത്. അവർ ഭയന്നവരാണ്. മുൻപോട്ട് എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണമെന്ന് അറിയത്തില്ല. അതേ ബ്രദർ, നിന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. സിസ്റ്ററെ, നിന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. എല്ലാം തീർന്നു പാസ്റ്ററേ, എൻ്റെ കുടുംബവും പോയി, എൻ്റെ ഭർത്താവും പോയി, എൻ്റെ മക്കളും പോയി, എൻ്റെ എല്ലാ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും പോയി. ഇതുവരെ പ്രതീക്ഷ ഉണ്ടായിരുന്നു അത് നിനക്ക് കിട്ടുമെന്ന്. ആ അവകാശ തർക്കത്തെ തുടർന്ന് കുറേ നാളുകളായി കേസുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള വിഷയങ്ങളായിട്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നു, എനിക്കത് കിട്ടും, എൻ്റെ അവകാശം കിട്ടും. പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു കേസ് നിനക്കെതിരായിട്ട് വിധിച്ചു, അല്ലെങ്കിൽ ഇനി നിനക്കൊരിക്കലും തരത്തില്ല എന്നവർ തീർത്ത് പറഞ്ഞു. അതേ തുടർന്ന് നീ സങ്കടപ്പെട്ടായിരിക്കുന്നു. കേൾക്ക്, ആമേൻ. നിനക്ക് വേണ്ടി എൻ്റെ യേശു ചില വ്യക്തികളോട് ഇടപെടുവാൻ പോകുക. ആമേൻ. അവസാന തീരുമാനങ്ങളെ കർത്താവ് മാറ്റി എഴുതുവാൻ പോകുക. ഒരിക്കൽ കൂടി, ലാസ്റ്റ് ഡിസിഷൻസ്. ഇനി ഇതിലൊരു ചർച്ചയില്ല എന്ന് പറഞ്ഞ, ഇനി ഒരു സംസാരമില്ല, ഇനി നീ സംസാരിക്കേണ്ട, ഇനി ഇതേക്കുറിച്ച് സംസാരിക്കേണ്ട, ഇനി ഇതേക്കുറിച്ച് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ ചില ലാസ്റ്റ് ഡിസിഷൻസ് കർത്താവ് തിരുത്തി എഴുതുവാൻ പോകുന്നു. താങ്ക് യു ലോർഡ്. ആമേൻ. നോക്കൂ, അങ്ങനെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടാണ് ഇവർ ഇതിനകത്തായിരിക്കുന്നത്. അപ്പോൾ ഭയമുള്ളിടത്ത് സമാധാനമില്ലല്ലോ. സമാധാനം ഉണ്ടെങ്കിൽ ഭയം കാണത്തില്ലല്ലോ. സമാധാനവും സന്തോഷവും ഇല്ല. എപ്പോഴും കണ്ണീര്, എപ്പോഴും നിരാശ, എപ്പോഴും പേടി. എന്താവും? ഓരോ വാതിലിൽ മുട്ട് ശബ്ദവും പേടിയോടെയാണ് കേൾക്കുന്നത്. ഓരോ ഹോളിംഗ് ബെല്ലിൻ്റെ ശബ്ദവും, ഓരോ ഫോണിൽ വരുന്ന മെസ്സേജിൻ്റെ ശബ്ദവും, ഓരോ റിംഗ് ടോണും ഒക്കെ പേടിപ്പിക്കുന്നുണ്ട്. അയ്യോ, കടന്നവർ തിരിച്ച് ചോദിക്കാനാണോ, ജോലി മതിയാക്കി പൊയ്ക്കോ എന്ന് പറയാനാണോ, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ആ വാർത്ത? യെസ്, അവിടെ വന്നിട്ട് യേശു പറയാം, നിങ്ങൾക്ക് സമാധാനം. നോക്കൂ, ഒരുപക്ഷെ ഞാനോ നിങ്ങളോ ആണെങ്കിൽ ആ സമാധാനം എന്ന വാക്കിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുവാനായി മടിക്കും. വാക്ക് നമ്മൾ കേൾക്കും, ഒരു വാക്കല്ലേ, പക്ഷെ അതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളുവാനായിട്ട് മടിക്കും. പക്ഷെ ശിഷ്യന്മാർ ഇവിടെ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. യേശു സമാധാനം എന്ന് പറഞ്ഞാൽ ആ സമാധാനത്തെ എങ്ങനെ തങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതാർക്കറിയാം? ശിഷ്യന്മാർക്കറിയാം. ഇപ്പോൾ മുതൽ നിങ്ങൾക്കും അറിയാം. ആമേൻ. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, അവർ മർക്കോസിൻ്റെ മാളിക മുറിയിലേക്ക് കയറുകയാണ്. മാളിക മുറി ഒരുക്കുകയാണ്. എന്തിന്? യേശു അവർക്ക് ഓഫർ ചെയ്ത സമാധാനം അവരിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. ഇന്ന് എനിക്കൊപ്പമായിരിക്കുന്ന പ്രിയരെ, പല നഷ്ടങ്ങളെ തുടർന്നായിരിക്കാം, പലതും അപ്രതീക്ഷിതമായ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ടുള്ള ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടല്ലോ. ഒരു അടുത്ത കാൽവെപ്പ് എന്താണ്, അടുത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ആ ഒരു അവസ്ഥ, അതായിരിക്കാം.
നിങ്ങളെ ഭയപ്പെടുത്തുന്നതും നിങ്ങളുടെ സ്വസ്ഥതയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തി കളയുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനം കടന്നു വരുവാൻ മാളിക മുറി ഒരുക്കുവാൻ തയ്യാറാണോ? അവിടെ ബ്രദർ, നീ ആയിരിക്കുന്ന നിൻ്റെ റൂമുണ്ടല്ലോ, അതിനകത്ത് വേറെ ആൾക്കാർ കാണും, അതൊന്നും നോക്കണ്ട. നീ ആയിരിക്കുന്ന സ്ഥാനം, തലയിൽ കൂടെ പുതപ്പ് മൂടി അതിനകത്ത് മാളിക മുറിയുടെ അനുഭവത്തെ ഒരുക്കുവാൻ നിനക്ക് കഴിയും. നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നോക്കൂ. ഞാൻ പറയും, വിശുദ്ധ വേദപുസ്തകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാളിക മുറി ലൂസ് എന്ന മരുഭൂമിയിലായിരുന്നു. യാക്കോബ് ഒരുക്കിയ മാളിക മുറി, ആ മാളിക മുറിയുടെ മുകളിലാണ് സ്വർഗം തുറന്നത്. താങ്ക് യു ലോർഡ്. നിങ്ങൾ എവിടെ ആയിരുന്നാലും പ്രിയ സിസ്റ്ററെ, അടുക്കളയിൽ മാളിക മുറി ഒരുങ്ങും, ആ മുറിക്കകത്ത് മാളിക മുറി ഒരുങ്ങും. നീ തളർന്ന് ക്ഷീണിച്ചിരിക്കുന്ന ആശുപത്രി കിടക്കയിൽ മാളിക മുറി ഒരുങ്ങും. ആമേൻ. ആ മാളിക മുറി ഒരുങ്ങി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി അവരുടെ മേൽ വെളിപ്പെട്ടു. ബലഹീനന്മാർ, ഭയത്തിന് കാരണമാകും വണ്ണം ഒതുക്കപ്പെട്ടു പോയവർ പുറത്തു വരുവാൻ, കർത്താവിൽ നിന്ന് കേട്ട സമാധാനം പ്രാപിച്ചെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ഇപ്പോൾ ഈ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരികയാണ്. ഞാനത് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ. ആമേൻ. നോക്കൂ, മാളിക മുറിക്ക് അപ്പുറം എന്താണ് സംഭവിക്കുന്നത്? 2-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകമാണ് കേട്ടോ. 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: അവരെ ഭയപ്പെടുത്തിയവർക്ക് ഭയമായി. ആമേൻ. അല്ലെങ്കിൽ അവരെല്ലാവരും ഭയപ്പെടുവാനായിട്ട് തുടങ്ങി. ആരാണോ അവരെ ഭയപ്പെടുത്തിയത്? റോമൻ ഭരണകൂടം, പടയാളികൾ, അവരുടെ വാൾ, അവർ ഇവരെ ഭയപ്പെടുവാനായിട്ട് തുടങ്ങി. യെസ്, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാളിക മുറി നിന്റെ ലൈഫിനെ 2ആയി ഡിവൈഡ് ചെയ്യും. മാളിക മുറിക്ക് ഇപ്പുറവും മാളിക മുറിക്ക് അപ്പുറവും. മാളിക മുറിക്ക് ഇപ്പുറം നീ ഭയന്നവനാണ്, നീ നഷ്ടപ്പെട്ടവനാണ്. മാളിക മുറിക്ക് അപ്പുറം നീ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനാണ്. നിന്നെ കണ്ട് ഇന്നലകളിൽ നിന്നെ ഭയപ്പെടുത്തിയവർ ഭയപ്പെടുവാനായിട്ട് തുടങ്ങും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വ്യക്തികൾ മാത്രമല്ല, ഇന്നലകളിൽ നിങ്ങളെ ഭയപ്പെടുത്തിയ സാഹചര്യങ്ങൾ, അവസ്ഥകൾ, പൈശാചികമായ ഇടപെടലുകൾ, സകലതും നിങ്ങളെ കണ്ട് ഭയപ്പെടുവാനായിട്ട് തുടങ്ങും. താങ്ക് യു ലോർഡ്. ആമേൻ. യഹൂദ മതാനുസാരികൾ അവരെ കണ്ട് ഭയപ്പെടുവാനായി തുടങ്ങി. ആമേൻ. പാരമ്പര്യം പറയുന്ന ചിലർ, പ്രാർത്ഥിക്കുന്ന ബ്രദർ, പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ നിന്നെ കണ്ട് ഭയപ്പെടുവാനായിട്ട് തുടങ്ങും. ഇനിയും അവരുടെ കൂർത്തുമൂർത്ത നോട്ടങ്ങൾക്ക് മുമ്പിൽ, അവരുടെ വായിൽ നിന്ന് വരുന്ന പരീക്ഷ വാക്കുകൾക്ക് മുമ്പിൽ, അവരുടെ കൈക്കരുത്തിനോ ആൾബലത്തിനോ ആയുധബലത്തിനോ പണബലത്തിനോ അധികാരങ്ങൾക്കോ നിന്നെ ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല. യെസ്, മാളിക മുറിക്കപ്പുറം നീ നിറഞ്ഞവനാണ്, നീ ഭയത്തിൽ നിന്ന് സ്വതന്ത്രനാണ്. മാളിക മുറി ഒരുക്കുവാൻ തയ്യാറാണോ? തീർന്നില്ല, അവർ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ഇങ്ങനെ പറയും, അവരൊരു അത്ഭുതമായി മാറി. സ്തോത്രം. അവരെ കാണുന്നവർക്കും അവരെ അറിയുന്നവർക്കും മുൻപിൽ അവരൊരു അത്ഭുതമായി മാറി. ഇവനാണോ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് കടക്കാരെ പേടിച്ച് മുറിക്കകത്തിരുന്നവൻ? ഇവനാണോ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുവാൻ നടന്നത് ആ മകൻ ഇതാണോ? ആ മകൾ ഇതാണോ? പ്രിയ മാതാവേ, മരിച്ചാൽ മതി എന്ന് പറയുന്ന മക്കളുടെ വാക്ക് കേട്ട് ചങ്ക് പൊട്ടി കരഞ്ഞ നിന്നോട് തന്നെ നിന്റെ മക്കൾ പ്രതീക്ഷയോടെ ജീവിതത്തിലെ ഓരോ പടവുകളും കയറുന്നത് കണ്ട് നീ ആശ്ചര്യത്തോടെ ചോദിക്കുവാൻ പോകുന്നു, മരണത്തെക്കുറിച്ച് ചിന്തിച്ചത് എൻ്റെ ഈ മകനാണോ, എൻ്റെ ഈ മകളാണോ? മരിച്ചാൽ മതി എന്ന് നിലവിളിക്കുവാൻ തക്കവണ്ണം അവിടെ കുടുംബത്തിനകത്ത്, അവളുടെ കുടുംബജീവിതത്തിനകത്ത് കടന്നു വന്ന പ്രതിസന്ധിയുടെ വൻകാറ്റിനെ എൻ്റെ ദൈവം ശാസിച്ചമർത്തുക. കുടുംബജീവിതത്തിനകത്ത് വെളിപ്പെട്ട എല്ലാ പൈശാചിക വ്യാപാരങ്ങളും, സ്വസ്ഥതയെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി കളഞ്ഞ എല്ലാ പോരുകളും യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോകുക. ആമേൻ. റെഡിയാണോ മാളിക മുറി ഒരുക്കുവാൻ? ആമേൻ. നിങ്ങൾ ഭയപ്പെട്ട് കാണുവാൻ ആഗ്രഹിച്ചായിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾ ഇതേ അവസ്ഥയിൽ തുടരണമെന്ന്, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകരുത്, എന്നും കൊന്ന് ഇങ്ങനെ തന്നെ ആയിരിക്കണം. അവർക്ക് പറഞ്ഞ് പരിഹസിക്കുവാനും കളിയാക്കുവാനും നിന്നെ ചൂണ്ടിക്കാണിച്ച് ആളാകുവാനും നീ അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് കരുതുന്നവരുടെ മധ്യത്തിൽ മാളിക മുറി ഒരുക്കുവാൻ, ഇന്നലകളിൽ ജീവിതത്തിൽ കടന്നു വന്ന അപ്രതീക്ഷിതമായ നഷ്ടങ്ങളെ തുടർന്ന് നീ അനുഭവിക്കുന്ന ആ ട്രോമയിൽ നിന്ന് പുറത്തു വരുവാൻ, ആ ശൂന്യതയിൽ നിന്ന് പുറത്തു വരുവാൻ, ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരുവാൻ മാളിക മുറി ഒരുക്കുവാൻ നീ റെഡിയാണോ?
അപ്പോൾ നിങ്ങൾ ചോദിക്കുക, പാസ്റ്റർ ഇത് പോസിബിളാണോ? പോസിബിളാണ്. നീ ഒറ്റയ്ക്കല്ല, പ്രൈസർ ഫാമിലി നിനക്കൊപ്പമുണ്ട്. കോൺടാക്റ്റ് ചെയ്യ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഇന്ന് നിങ്ങളെ ഭയപ്പെടുത്തുന്ന മനുഷ്യരാകട്ടെ, പിശാചാകട്ടെ, സാഹചര്യങ്ങളാകട്ടെ, അത് നിങ്ങളെ കണ്ട് ഭയപ്പെടുവാനും നിങ്ങൾ ഒരു അത്ഭുതമായി മാറുവാനും തക്കവണ്ണം നിങ്ങൾക്കൊരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുവാൻ അവസരമുണ്ട്. നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. കൂടുതൽ വിവരങ്ങൾ ഞാൻ അറിയിക്കുന്നതായിരിക്കും. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നതുപോലെ അനേകരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാക്കി തീർക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട്. ഈ മെസ്സേജ് സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ക്രീനിൽ കാണുന്ന പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൻ്റെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് ഈ പ്രോഗ്രാം നിങ്ങൾക്കും സ്പോൺസർ ചെയ്യുവാൻ കഴിയും. അവിധത്തിൽ ദൈവികമായ അനുഗ്രഹങ്ങളെ അനവധിയായി പ്രാപിച്ചെടുക്കുവാനും എല്ലാ ദിവസങ്ങളിലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് വചനം ധ്യാനിക്കുവാനും പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാനുമുള്ള അവസരമുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭയുടെ മീറ്റിങ്ങുകളാണ്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും കമൻറ്റ് ചെയ്യുന്ന പക്ഷം ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധന തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസർ ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ചു പ്രാർത്ഥനയോടെ കടന്നുവാ, വിടുതലോടെ മടങ്ങാം എന്ന് കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവം, ഒപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരെന്നായിരിക്കുന്ന നഷ്ടപ്പെടലിൻ്റെ അനുഭവം, ഭയത്തിൻ്റെ അനുഭവം, ഇവരെ ഭയപ്പെടുത്തുന്ന, ഇവരെ നിരാശപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന പല സാഹചര്യങ്ങളിലൂടെ ഇവർ കടന്നു പോകുന്നു. യേശുവേ, അങ്ങ് പുറത്തു കൊണ്ടുവരണമേ. ഇന്ന് ഒരു മാളിക മുറി ഒരുങ്ങപ്പെടട്ടെ. ഇവർ പ്രാർത്ഥനാ വീരന്മാരായി മാറട്ടെ. ഇവരെ ഭയപ്പെടുത്തുന്ന രോഗങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും കടങ്ങളും ഞെരുക്കങ്ങളും ഇവരെ കണ്ട് ഭയപ്പെടുവാൻ തക്കവണ്ണം സ്വർഗം അങ്ങ് പ്രവർത്തിക്കണമേ. തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തൊഴിലിടത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും സ്വർഗം അങ്ങ് പരിഹാരം വരുത്തണമേ. തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലവും അനുഗ്രഹമായി തീരട്ടെ. ഇവർക്ക് മുമ്പിൽ സ്വർഗം അങ്ങ് വഴികളെ, വാതിലുകളെ വിശാലതയിൽ തുറക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശ യാത്രകൾക്കായി ഒരുങ്ങിയായിരിക്കുന്നവർ വിസ തടസ്സങ്ങൾ മാറട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. സ്ഥിരമായ ജോലികൾ കടന്നുപോയ രാജ്യങ്ങളിൽ നൽകി അങ്ങ് മാനിക്കണമേ കർത്താവ്. ഒരു വർധനവ് ആഗ്രഹിച്ചായിരിക്കുന്നവർ, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ വേണ്ടി ഒരുങ്ങിയായിരിക്കുന്നവർ സ്വർഗം വഴികളെ തുറക്കണമേ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ദൈവകരം ചലിക്കട്ടെ. പോയെത്തിയ സ്ഥാനങ്ങളിൽ സ്വർഗം ഇവർക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ. എല്ലാ അസമാധാനങ്ങളും, ഇവരെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങളും മാറിപ്പോകട്ടെ. IELTS, OET, MOH, പ്രോമെട്രിക് എക്സാമുകൾ എഴുതിയായിരിക്കുന്നവർ നല്ല സ്കോറും അത് മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ട തൊഴിലും നൽകി സ്വർഗം അങ്ങ് മാനിക്കണമേ. വിസിറ്റിംഗ് വിസകളിൽ പല രാജ്യങ്ങളിലെത്തി പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, യേശുവേ, ജോബ് വിസകൾ നൽകി സ്വർഗം അവരെ അങ്ങ് മാനിക്കണമേ. പല രാജ്യങ്ങളിൽ ബിസിനസ്സുകൾ ചെയ്യുന്നവർ സ്വർഗം അങ്ങ് അനുഗ്രഹിക്കണമേ. പല രാജ്യങ്ങളിൽ കുടുംബമായി കടന്നുപോയി അവിടെ വ്യാപരിക്കുന്ന വൈശാചിക വ്യാപാരത്താൽ പിടിക്കപ്പെട്ട് കുടുംബജീവിതങ്ങൾ തകർന്ന് തലമുറകൾ നഷ്ടപ്പെടലിൻ്റെ വക്കിലായിരിക്കുന്നവർ, യേശുവേ, അവരെ അങ്ങ് വിടുവിക്കണമേ. തലമുറകളെ വിടുവിക്കണമേ. ദേശത്തിൻ്റെ വ്യാപാരങ്ങളിൽ നിന്ന് കുടുംബങ്ങളെ അങ്ങ് വിടുവിക്കണമേ. മദ്യപാന, വ്യഭിചാര, വെറിക്കുത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് മാറിപ്പോകട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ. മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വാഗ്ദത്ത തലമുറകളെ നൽകി മാനിക്കണമേ കർത്താവേ. ഗർഭിണികളായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകി മാനിക്കണമേ. ഡോക്ടർമാർ പറഞ്ഞ ചില വാക്കുകൾ മുഖാന്തരം ഭയന്നായിരിക്കുന്നവർ, യേശുവേ, ആ ഭയപ്പാടിൽ നിന്ന് പുറത്തു വരട്ടെ. ഗർഭസ്ഥ ശിശുക്കളെ സ്വർഗം അങ്ങ് തുടരണമേ കർത്താവ്. എല്ലാ രോഗികളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗബന്ധനം അഴിയട്ടെ. രോഗാത്മാവ് വിട്ടുമാറട്ടെ. ഡിപ്രഷനുകളും സൂയിസൈഡ് ടെൻഡൻസികളും മാറിപ്പോകട്ടെ. ഓ സ്തോത്രം. ആഭിചാരങ്ങളാലും മന്ത്രവാദങ്ങളാലും ക്ഷുദ്രപ്രയോഗങ്ങളാലും വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ. പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. വിവാഹബന്ധങ്ങൾ നടക്കട്ടെ. ഭവനങ്ങളില്ലാത്തവർക്ക് മനോഹരമായ ഭവനങ്ങൾ നൽകണമേ. പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. യേശുവേ, ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ദേശത്തിൻ്റെ കാവൽക്കാരായി ഇവർ മാറട്ടെ. വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർ, കച്ചവടങ്ങൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, പ്രാപിക്കാം. ഇന്നലകളിൽ നിങ്ങളെ ഭയപ്പെടുത്തിയ ശത്രുക്കളും അനുഭവങ്ങളിൽ നിങ്ങളെ കണ്ട് ഭയപ്പെടും വിധത്തിൽ ഒരത്ഭുതമായി മാറാം. അടുത്ത ആഴ്ച ഇതേ സമയം ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരം വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന
എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.